നമ്മളിനി അടുത്തത് നോക്കാൻ പോകുന്നത് ഡിസൈഡബിലിറ്റിയും അൺഡിസൈഡബിലിറ്റിയുമാണ്. ഡിസൈഡബിൾ ലാംഗ്വേജ് ഫസ്റ്റ്. ഡിസൈഡബിൾ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്? റിക്കേഴ്സീവ് ലാംഗ്വേജിനെയാണ് ഡിസൈഡബിൾ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഒരു ലാംഗ്വേജ് ഡിസൈഡബിൾ ആണെന്ന് പറയണമെങ്കിൽ ആ ലാംഗ്വേജ് എന്തായിരിക്കണം? റിക്കേഴ്സീവ് ലാംഗ്വേജ് ആയിരിക്കണം. എല്ലാ ഡിസൈഡബിൾ ലാംഗ്വേജസും എന്താണ്? റിക്കേഴ്സീവ് ലാംഗ്വേജ് ആയിരിക്കും. അതേപോലെ തന്നെ എല്ലാ റിക്കേഴ്സീവ് ലാംഗ്വേജും ഡിസൈഡബിളും ആയിരിക്കും. അതാണ് ഡിസൈഡബിൾ ലാംഗ്വേജ്. അടുത്തത് പാർഷ്യലി ഡിസൈഡബിൾ ലാംഗ്വേജ്. ഒരു ലാംഗ്വേജ് പാർഷ്യലി ഡിസൈഡബിൾ ആണെന്ന് പറയണമെങ്കിൽ ആ ലാംഗ്വേജ് എന്തായിരിക്കണം? റിക്കേഴ്സീവ് എന്യൂമറബിൾ ലാംഗ്വേജ് ആയിരിക്കണം. അതായത് ഒരു ലാംഗ്വേജ് പാർഷ്യലി ഡിസൈഡബിൾ ആവണമെങ്കിൽ അതെന്തായിരിക്കണം? റിക്കേഴ്സീവ് എന്യൂമറബിൾ ലാംഗ്വേജ് ആയിരിക്കണം. അതാണ് പാർഷ്യലി ഡിസൈഡബിൾ ലാംഗ്വേജ്. അടുത്തത് അൺഡിസൈഡബിൾ ലാംഗ്വേജ് ആണ്. അൺഡിസൈഡബിൾ ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാംഗ്വേജ് അൺഡിസൈഡബിൾ ആവണമെങ്കിൽ ആ ലാംഗ്വേജ് ഒരിക്കലും എന്താവരുത്? ഡിസൈഡബിൾ ആകരുത്. അതേപോലെ തന്നെ ഒരു അൺഡിസൈഡബിൾ ലാംഗ്വേജ് എന്ന് പറയുന്നത് ചില സമയത്ത് എന്തായിരിക്കും? പാർഷ്യലി ഡിസൈഡബിൾ ആയിരിക്കും, പക്ഷേ അതൊരിക്കലും ഡിസൈഡബിൾ ആവത്തില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാംഗ്വേജ് പാർഷ്യലി ഡിസൈഡബിൾ പോലും അല്ലെങ്കിൽ അതിന് ഒരു ട്യൂറിംഗ് മെഷീൻ എക്സിസ്റ്റ് ചെയ്യത്തില്ല. അതായത് നമ്മുടെ അൺഡിസൈഡബിൾ ലാംഗ്വേജ് ചില സമയത്ത് എന്താണ്? പാർഷ്യലി ഡിസൈഡബിൾ ആയിരിക്കും. അങ്ങനെ പാർഷ്യലി ഡിസൈഡബിൾ ആകാത്ത കേസിൽ ആ ലാംഗ്വേജിന്, അതായത് നമ്മുടെ അൺഡിസൈഡബിൾ ലാംഗ്വേജിന് എന്താണ്? ട്യൂറിംഗ് മെഷീൻ കാണത്തില്ല. പിന്നെ ഇതിനകത്ത് പറയുന്നത് നോക്കിയേ, റിക്കേഴ്സീവ് ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂറിംഗ് മെഷീൻ വിൽ ഓൾവേസ് ഹോൾട്ട്. അതായത് റിക്കേഴ്സീവ് ലാംഗ്വേജിന് ട്യൂറിംഗ് മെഷീൻ എല്ലാ സമയത്തും ഹോൾട്ട് ചെയ്യും. രണ്ടാമത് റിക്കേഴ്സീവ് ഇന്യൂമറബിൾ ലാംഗ്വേജിന് ചില സമയത്ത് ട്യൂറിംഗ് മെഷീൻ ഹോൾട്ട് ചെയ്യും, ചില സമയത്ത് ഹോൾട്ട് ചെയ്യത്തില്ല. അടുത്തത് പാർഷ്യലി ഡിസൈഡബിൾ ലാംഗ്വേജ്. അതായത് പാർഷ്യലി ഡിസൈഡബിൾ ലാംഗ്വേജ് എന്ന് വെച്ചാൽ എന്താണ്? റിക്കേഴ്സീവ് എന്യൂമറബിൾ ലാംഗ്വേജ് ആണ്. പിന്നെ ഇതിനകത്ത് ഡിസൈഡബിൾ ലാംഗ്വേജ് കൊടുത്തിട്ടില്ല, അതുകൂടെ ഓർത്ത് വെച്ചേക്കണം. ഡിസൈഡബിൾ ലാംഗ്വേജ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? റിക്കേഴ്സീവ് ലാംഗ്വേജ് ആയിരിക്കും. പിന്നെ അൺഡിസൈഡബിൾ ലാംഗ്വേജ്, നോ ട്യൂറിംഗ് മെഷീൻ ഫോർ ദാറ്റ് ലാംഗ്വേജ്. അതായത് അൺഡിസൈഡബിൾ ലാംഗ്വേജിന് ട്യൂറിംഗ് മെഷീൻ കാണത്തില്ല. അപ്പം ഇതാണ് ഡിസൈഡബിലിറ്റിയും അൺഡിസൈഡബിലിറ്റിയും വരുന്നത്. ഡിസൈഡബിലിറ്റി അൺഡിസൈഡബിലിറ്റിയും ചോദിച്ചു കഴിഞ്ഞാൽ ഡിസൈഡബിൾ ലാംഗ്വേജ്, പാർഷ്യലി ഡിസൈഡബിൾ, പിന്നെ അൺഡിസൈഡബിൾ, ഈ 3 കാര്യങ്ങളും എഴുതി എക്സ്പ്ലെയിൻ ചെയ്യണം.